ഗ്രേറ്റ് ആയിട്ട് ചെയ്ത വേൾഡിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. അപ്പോൾ നമ്മൾ വ്ളോഗ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് സാനിറ്റൈസർ യൂസ് ചെയ്യാം. ഓക്കെ, അതായത് ഇപ്പോൾ കൊറോണ ആണല്ലോ. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും കൈയെല്ലാം കഴുകിയിട്ട് ആദ്യം വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കൈയെല്ലാം കഴുകിയിട്ട് നല്ല ഒരു ബോധവൽക്കരണം ആയതുകൊണ്ട് കൈയെല്ലാം കഴുകി നല്ല നീറ്റായിട്ട് നമുക്ക് സ്മാർട്ട് ഹോമിൻ്റെ BBQ ഇലക്ട്രിക് ഗ്രിൽ, അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. ഓക്കെ, ഇത് ഞാൻ ലസാഡയിൽ നിന്ന് ഓൺലൈനായിട്ട് ഓർഡർ ചെയ്ത സാധനമാണ്. നിങ്ങൾക്ക് ബിക്സിയിൽ നിന്നും ഷോപ്പിംഗ് മാളിൽ എവിടെയായാലും നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് സ്മാർട്ട് ഹോമിൻ്റെ 2000 വാട്ട്സിൻ്റെ ഒരു ഇലക്ട്രിക് BBQ ഗ്രില്ലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചിക്കനും ഷ്രിമ്പും നമുക്ക് ഇന്ന് ഗ്രില്ല് ചെയ്തിട്ട് കാണിക്കാവുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ നമുക്കിത് ഓപ്പൺ ആക്കാം. ഓക്കെ, അപ്പോൾ സാനിറ്റൈസർ മറന്നുകൊണ്ട് എല്ലാവരും പുറത്തുനിന്ന് സാധനങ്ങൾ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സാനിറ്റൈസർ യൂസ് ചെയ്ത ശേഷം കയ്യെല്ലാം വൃത്തിയായതിനു ശേഷം മാത്രമേ ഈ സാധനങ്ങൾ തൊടാൻ പാടുള്ളൂ, ഓപ്പൺ ആക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊരു ബോധവൽക്കരണമാണ്. ഓക്കെ, അപ്പം നമുക്ക് വ്ളോഗിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ആക്കി നോക്കാം. ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞത് വെറും 330 തായ് ബാത്താണ്. 330 തായ് ബാത്ത് എന്ന് പറഞ്ഞാൽ 660 അടുത്ത് വരും. അപ്പോൾ ഇത് പാക്കറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. ജസ്റ്റ് ഇത് ഞാനിതെടുത്ത് കളഞ്ഞു. ഇപ്പോൾ അതിൻ്റെ കവർ എടുത്ത് കളഞ്ഞു. അപ്പോൾ ഇതിനകത്ത് കാണാം സ്മാർട്ട് ഹോമിൻ്റെ കുറേ പേപ്പേഴ്സ് ഉണ്ട്. സ്മാർട്ട് ഹോമിൻ്റെ പേപ്പേഴ്സ് അതിന് 3 ഇയർ വാറണ്ടിയാണ് നൽകുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 330 ബാത്താണ് ഇതിൻ്റെ പൈസ. 600 റുപ്യ ഇന്ത്യൻ മണി. അപ്പോൾ ആദ്യം നമുക്ക് ഇതിങ്ങനെ ഇത് മാറ്റാം. കണ്ടോ, ഈ ഒരു സംഭവം നമുക്കിത് എടുത്ത് മാറ്റാവുന്നതാണ്. അതേപോലെ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ട്, അതും എടുത്ത് മാറ്റാം. ഇതതിൻ്റെ ട്രേ ആണ്, അടിയിലൊരു ട്രേ ആണ്. ഈ ട്രേയിലാണ് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേസ്റ്റിൽ വരുന്നത് ഈ ട്രേയിലായിരിക്കും. ട്രേ ആദ്യം വെക്കുക. അതിനുശേഷം ഈ സ്മാർട്ട് ഹോമിൻ്റെ ഈ ഒരു സംഭവം ഇങ്ങനെ ഇവിടേക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ ഒരു പവർ ഡിസ്പ്ലേ കാണാവുന്നതാണ്. ഇതാണ് പവർ ഡിസ്പ്ലേ. ഇത് നമുക്ക് കൂട്ടാൻ കുറക്കാനൊരു ഓപ്ഷൻ ഉണ്ട്. പവർ ഡിസ്പ്ലേ ഇവിടെ തന്നെ കൂട്ടാൻ ഇവിടെ ഇതിൻ്റെ മേലെയാണ് നമ്മൾക്ക് ഗ്രില്ല് ചെയ്യാനുള്ള സാധനം, ഈ ഒരു കമ്പി പോലത്തെ സാധനം ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇങ്ങനെ വേണമെങ്കിൽ പൊന്തിച്ച് വെക്കാം. അതിന് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതിപ്പോൾ പൊന്തിച്ച് വെച്ചു ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിങ്ങനെ വെക്കുക. പിന്നെ കുറേ സ്റ്റാൻഡ് ഉണ്ട്. കണ്ടോ, പിന്നെ അടിയിൽ വെക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെയാണ് നമ്മൾ ചിക്കൻ ബാർബിക്യൂ അല്ലെങ്കിൽ ചിക്കൻ ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. ഇത് ഇലക്ട്രിക് പാനലാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് കൂട്ടാൻ കുറക്കാൻ സംഭവം ഇതാണ്. ഇതിൻ്റെ സ്റ്റാൻഡ് ഇത് ഓപ്പൺ ആക്കി വെക്കും. ഇതാണ് സ്റ്റാൻഡ്. ഇതിൻ്റെ സ്റ്റാൻഡ് കുറേ ഉണ്ട്. സ്ക്രൂ എല്ലാം ഉണ്ട് തന്നിട്ട് അവർ സ്ക്രൂ. അപ്പോൾ നമുക്ക് സ്റ്റാൻഡ് ഇത് ഫിറ്റ് ചെയ്യാം. ആദ്യം നമുക്ക് സ്റ്റാൻഡ് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് കടക്കാം. ഓക്കെ, സ്റ്റാൻഡിങ് ഫിറ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം കണ്ടു കാണും. ആദ്യം നമ്മൾ ചിക്കൻ കഴുകിയെടുത്തു. അത് നിങ്ങൾ കണ്ടതാണ്. ചിക്കൻ നല്ല അടിപൊളി ഫ്രഷായിട്ട് ചിക്കൻ ബാർബിക്യൂവും പിന്നെ ഷ്രിംപ് ബാർബിക്യൂ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ചിക്കനും ഷ്രിമ്പും കൊഞ്ചൻ
നമ്മൾ നല്ല അടിപൊളിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്യാൻ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു മസാല പെരക്കി നമ്മൾ വെക്കണം. ഇത് കഴുകി ഓൾറെഡി എടുത്തിട്ടുണ്ട്. ചിക്കനും കൊഞ്ചനും നമ്മൾ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാൻ വെക്കാൻ ആദ്യം നല്ലോണം നല്ല രീതിയിൽ മസാല ചേർക്കണം. അതായത് പിന്നെ മിക്സിയിലിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാൻ നോക്കാം. ആദ്യം നല്ല ഇത് ഉള്ളി എടുക്കുക. ഉള്ളി കുറച്ച് എടുക്കുക. ഉള്ളി അപ്പോൾ മിക്സിയിൽ ഇട്ടിട്ട് മിക്സിയിൽ ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ അടിച്ചിട്ട് ഒരു മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ ഇഞ്ചി, ആവശ്യത്തിന് ഇഞ്ചി എടുക്കുക. ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ആവശ്യത്തിന് വെളുത്തുള്ളി, പിന്നെ ഉള്ളി, മുളക്, ഇന്ന ഐറ്റംസ് എല്ലാം ചേർത്തിട്ട് നമ്മൾ മിക്സിയിൽ അടിക്കാൻ പോവുകയാണ്. ഒരു മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ സാധനമായിട്ടുള്ള മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാല നമ്മൾ ചേർത്ത് മസാല ഉണ്ടാക്കാൻ പോവുകയാണ്. കുറച്ച് ഗരം മസാല ചേർക്കുക. ആവശ്യത്തിന് മാത്രം ഗരം മസാല ചേർക്കുക. ആവശ്യത്തിന് ഗരം മസാല ഇപ്പോൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിക്കൻ മസാല, കുറച്ച് ചിക്കൻ മസാല നമുക്ക് ചേർക്കാം. അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്തിരിക്കുകയാണ്. ചിക്കൻ മസാല ചേർത്തു. പിന്നെ കുറച്ച് ഉപ്പിടുക. ആവശ്യത്തിന് ഉപ്പിടുക. അധികം ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചിട്ട് മുളക്, മഞ്ഞൾ കൂടി ഇടുക. മഞ്ഞൾ ചേർക്കുക. പിന്നെ മുളക് പൊടി, കുറച്ച് മുളക് പൊടി അതിന് കളർ നല്ല കുറച്ച് മുളക് പൊടി ചേർക്കുക. മുളക് പൊടി ചേർത്ത് കളർ നല്ല ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുക. ഒരു പൊടിക്കൊരു കുരുമുളക് ഇടുക. ഇന്നേ സാധനങ്ങൾ ഇട്ടിട്ട് നമ്മളൊരു മിക്സിയിലിട്ട് ഇത് അടിച്ചതിന് ശേഷം ഈ മസാല ചിക്കനിലും കൊഞ്ചനിലും പെരക്കിയിട്ട് ഒരു 3 മണിക്കൂർ, അതായത് മാരിനേറ്റ്, ഒരു 3 മണിക്കൂർ മാരിനേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതായത് നല്ലോണം മസാല നല്ല രീതിയിൽ പെരങ്ങിയിട്ട് ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പിടിച്ചോളും. അകത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് പുറത്തേക്ക് എടുത്ത്. എൻ്റെ അമ്മോ, ഭയങ്കര ചൂട് അകത്ത്. കുറച്ച് നാരങ്ങ അകത്ത് വെച്ച് കൊടുക്കാം. നാരങ്ങ വെച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏകദേശം ആയി. സംഭവം ഏകദേശം അടിപൊളിയായിട്ട് ആയിക്കഴിഞ്ഞു.
നമുക്കിത് നോക്കാം. ആണല്ലോ അപ്പോൾ ഏകദേശം ബാർബിക്ക് ഏകദേശം അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മൾ കാണുന്നില്ലേ അടിപൊളിയായിട്ട് നല്ല ചൂടാവുണ്ട്. നമുക്ക് ഇടുന്നുണ്ട് നോക്കിയത് നല്ല സോഫ്റ്റാണ്, സ്ലിമ്പാണ്. കുറേ പീസിൽ ഞാൻ തന്നെ എടുത്തു തന്നുകൊണ്ട് തീർന്നു. ഇലക്ട്രിക് ഗ്രില്ലിൽ വെച്ച് സ്ട്രീം ബാർബിക്ക് ഏകദേശം ആയിട്ടുണ്ട്. ഇതാണ് സാധനം. കുറച്ച് ക്യാപ്സിക്കെല്ലാം കുറച്ച് കരിഞ്ഞ് വരുന്നുണ്ട്, പക്ഷേ കൊഞ്ചൻ്റെ പീസുകൾ ഇവിടെ ഉണ്ട്. ഏകദേശം ആയിട്ട് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റാണ്, നാരങ്ങ തേച്ചുകൊണ്ട് നല്ല സോഫ്റ്റ് ഇട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഞാൻ ഫുഡ് കഴിക്കട്ടെ, ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യട്ടെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മേക്ക് ടൈം ടു സീ ദ വേൾഡ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൊറോണയെ പറ്റി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പേടിക്കേണ്ട കാര്യമില്ല. എല്ലാവരും ജാഗ്രതയിരിക്കുക. ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം എല്ലാം ശരിയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ബൈ ബൈ, സൈനിങ് ഓഫ്.